പൂക്കൾ വിതറിയിരിക്കുന്ന വെള്ളയും അതുപോലെ തന്നെ ഇളം ചുവപ്പ് നിറവുമുള്ള റോസാദലങ്ങൾക്ക് പുറത്തേക്കാണ് വി എസിന്റെ ചേതനയറ്റ ശരീരം നമ്മുടെ മുന്നിലേക്ക് വന്ന് അവസാനമായി നമുക്ക് ഒരു നോക്ക് കാണാൻ വി എസ് ഇതാ നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ ക്യാമറയുടെ തൊട്ട് മുന്നിൽ വി എസ് ഇതാ വരികയാണ്. ഈ യാത്ര വി എസിന്റെ വിശ്രമയാത്രയാണ്. ജീവിതത്തിൽ അസുഖബാധിതനായപ്പോഴല്ലാതെ ഒരിക്കലും വിശ്രമം എന്നത് അറിഞ്ഞിട്ടില്ലാത്ത പോരാളി അന്ത്യവിശ്രമം കൊള്ളാൻ വലിയ ചുടുകാട്ടിലേക്ക് എത്തുകയാണ്. വലിയ ചുടുകാട് വി എസിന്റെ അടക്കം മനസ്സിലെ ഉണങ്ങാത്ത ഒരു മുറിപ്പാടാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോക്കപ്പിൽ കഴിയുമ്പോൾ വലത് കാൽവെള്ളയിലേക്ക് തോക്കിന്റെ ബയണറ്റ് കുത്തിയിറക്കി വേദന കടിച്ചമർത്തുമ്പോൾ ഞാൻ ഓർത്തത് പുന്നപ്രയിൽ പിടഞ്ഞു വീണ സഖാക്കളെയാണ് എന്ന് വി എസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളിലുണ്ട് പുന്നപ്രയിൽ തിരുവിതാംകൂർ ദിവാൻ CP-യുടെ ചോറ്റുപട്ടാളത്തെ വാരിക്കുന്നവുമായി നേരിട്ട് പിടഞ്ഞു വീണവരുടെ വേദന. ആ വേദന എന്നും വി എസിന്റെ സിരകളിൽ ഒരു സമരജ്വാലയായി പടർന്നിരുന്നു. ആ സമരജ്വാലയാണ് വി എസിനെ വി എസ് ആക്കി മാറ്റിയത്. ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്കുള്ള ഊർജ്ജവും ഇന്ധനവുമായി വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് അന്നത്തെ ആ ബയണറ്റിൽ നിന്ന് തുടങ്ങിയ ആ വേദനയുടെ ജ്വാലയിൽ നിന്നാണ്. പുന്നപ്ര വയലാർ സമരം വി എസിന് ഒരിക്കലും ഉണങ്ങാത്ത മുറിവെന്ന് നമ്മൾ പറയുമ്പോൾ വലിയ ചുടുകാട് അത് ഒരിക്കലും മായാത്ത ചോരപ്പാടുകളായിരുന്നു. യന്ത്രത്തോക്കുകളെ വാരിക്കുന്നതുമായി നേരിട്ട് പിടഞ്ഞു വീണ രക്തസാക്ഷികളെ മണ്ണെണ്ണയൊഴിച്ച് കൂട്ടിയിട്ട് കത്തിച്ച ഇടം. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് വലിയ ചുടുകാടിന്. ഇവിടെ ഇപ്പോൾ ധീര രക്തസാക്ഷികൾക്കൊപ്പം വി എസും ഉറങ്ങാനെത്തുകയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് തന്റെ സമരജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും വി എസ് പറഞ്ഞിരുന്നില്ല. ഒളിവിൽ കഴിയുമ്പോഴും പൂർണ്ണമായി ഉറങ്ങാൻ തനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ലെന്ന് വി എസ് അനുസ്മരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല, വിശ്രമിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ആൾക്കൂട്ടം അന്ത്യവിശ്രമം നൽകുന്നതിന് മുന്നോടിയായുള്ള അവസാന അഭിവാദ്യം അർപ്പിക്കുകയാണ്. അന്ത്യാഭിവാദ്യം എന്നത് ഇത്രയേറെ വേദന തുളുമ്പുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മളിപ്പോൾ നേരിട്ടറിയുകയാണ്. അത് പ്രിയപ്പെട്ട വി എസ് ആയതുകൊണ്ടാണ്. വി എസിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവർ എവിടെയെല്ലാം നിന്നാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. നാനാജാതി മതസ്ഥരായ മനുഷ്യർ അവരെല്ലാവരും CPIM-ന്റെ അംഗങ്ങളോ അനുഭാവികളോ അണികളോ ആകണമെന്നില്ല. ലോകമെമ്പാടുമുള്ള ആളുകളിൽ വി എസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും വി എസ് ഒരു വികാരമാണ്. വി എസിന്റെ മകൻ VA അരുൺകുമാറിനെ നമുക്കിപ്പോൾ കാണാം. അരുൺ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അച്ഛനൊപ്പം കഴിഞ്ഞ 28 ദിവസവും ആശുപത്രിയിൽ അച്ഛൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു അരുണിനെ പോലെ തന്നെ വി എസിന്റെ മകൾ ആശയും ഒപ്പം തന്നെ വി എസിന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പങ്കാളി, അദ്ദേഹം ഈ സമര പോരാട്ടങ്ങളുമായി നടക്കുമ്പോൾ ആ 2 മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട വസുമതി, അവരെല്ലാവരും ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ഉറ്റവരും അദ്ദേഹത്തോടൊപ്പം പാർട്ടിയിൽ ഉണ്ടായിരുന്നവരും ഇപ്പോഴും തുടരുന്നവരും എല്ലാവരുമുണ്ട്. മനസ്സുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നവരുണ്ട്. അങ്ങനെ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോവുകയാണ്. അവർക്കിടയിലേക്ക് വി എസ് ഇതാ എത്താൻ പോവുകയാണ്. വി എസ് വരുന്നത് ഇത് വലിയ ചുടുകാട്ടിലേക്കുള്ള അവസാനത്തെ വരവാണ്. അതാണ് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന കാര്യം. അരുണിനെ നമുക്ക് കാണാം. അച്ഛനെ തിരിച്ചു പിടിക്കാൻ, അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ CP ആശുപത്രിയിൽ 28 ദിവസവും കാത്തിരുന്ന ആ മകൻ ഇപ്പോൾ അച്ഛൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അച്ഛൻ എന്നത് അരുണിനൊരു വികാരമാണെങ്കിൽ വി എസ് എന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ അവരുടെ വീട്ടിലൊരാളാണ്. അതാ വി എസ് വരികയാണ്. വലിയ ചുടുകാടിൻ്റെ ഗേറ്റ് കടന്ന് വി എസ് ഇതാ വരികയാണ്. വി എസിനെ വഹിച്ചുകൊണ്ടുള്ള പേടകം അത് അകത്തേക്ക് വരികയാണ്. ആകാശത്തേക്ക് ഉയരുന്ന മുഷ്ടി ചുരുട്ടിക്കൊണ്ടുള്ള മുദ്രാവാക്യം